ഗൈസ്, എല്ലാവർക്കും പഞ്ചാഗ്നി പുത്തൻ പ്രൊമോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് ആ ഒരു വിവാഹമൊക്കെ ഭയങ്കര ശോകമായിട്ടാണ് നടന്നത്. ആ ഒരു പ്രതീക്ഷിച്ചത്ര ആ ഒരു ഇതിലൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സങ്കടത്തിലും കലിയിലുമാണ്, ആ ഒരു ദേഷ്യത്തിലും തന്നെയാണ് നമ്മുടെ ദിവ്യപ്രഭയും അമ്മയും. ആ ഒരു അംബികയോടുള്ള ദേഷ്യം നമ്മുടെ ദിവ്യപ്രഭ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അമ്മയുടെ അനുഗ്രഹം പോലും മേടിക്കാൻ നമ്മുടെ ദിവ്യപ്രഭ കൂട്ടായില്ല. പക്ഷെ സുമേഷ് ആ ഒരു സമയത്തൊന്നും പ്രതികരിച്ചുമില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ ദിവ്യപ്രഭയുടെ അമ്മ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ അംബികയെ. ഇതിന് പിന്നിൽ നിങ്ങളെ കഴിച്ച് നിങ്ങൾക്ക് എതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കും, ഇതിന് ഏതറ്റം വരെ പോയാലും നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ മേടിച്ച് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദിവ്യപ്രഭയുടെ അമ്മ ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ അംബികയെ. അതിനുശേഷം നമ്മുടെ അഭിമന്യു അമൃതയോട് പറയുന്നുണ്ട്, ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ, കാര്യങ്ങൾ എവിടെയൊക്കെയോ കലങ്ങി മറിഞ്ഞ് കിടപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അഭിമന്യു എങ്ങാനും അന്വേഷിച്ച് നമ്മുടെ കലാവതിയാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്തിയാൽ പോലും പഞ്ചറ്, ഞങ്ങളത് വിശ്വസിക്കില്ലല്ലോ, അത് അങ്ങനത്തെവരല്ലേ. എന്തായാലും നമ്മൾ പിന്നീട് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അംബികയാട്ടോ. അംബിക നമ്മുടെ കാലിയങ്ങാട് അടക്കാൻ സാധിക്കാതെ കലാവതിയുടെ വന്ന് കൊങ്ങയ്ക്ക് പിടിക്കുന്ന രംഗമാട്ടോ. എൻ്റെ ജീവിതം നീ നശിപ്പിച്ച ലേഡി എന്ന് പറഞ്ഞ് നമ്മുടെ കലാവതിയുടെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ. എന്തായാലും നമ്മുടെ ദിവ്യപ്രഭ വിചാരിച്ച പോലെ, ദിവ്യപ്രഭയുടെ അമ്മ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ പോകാട്ടോ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ദിവ്യപ്രഭയുടെ അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞാൽ സുമേഷ് അവിടെ വന്ന് നിൽക്കണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിനൊരു പറ്റിയ ഒരു കാരണം തന്നെയായി ഇപ്പോൾ നമ്മുടെ അംബികയുടെ ഒരു കള്ളത്തരം. എന്തായാലും സുമേഷ് പോകാനും തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ദിവ്യപ്രഭയുടെ അമ്മയും തീരുമാനിച്ച പോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ അതിൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.